വെൽക്കം ബാക്ക് ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ കാണിക്കാൻ പോകുന്നത് നോക്കൂ, നല്ല അടിപൊളിയൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയാണ്. നല്ല നമ്മൾ ബന്ദിപ്പൂവൊക്കെ പോലത്തെ നല്ല രസമായിട്ടുള്ള ഫ്ലവർ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ലീഫും ഇതൊക്കെ ഇതുപോലെ രണ്ട് രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത്തരം കളർഫുള്ളായിട്ടുള്ള ഒരു ഏകദേശം A4 ഷീറ്റിൻ്റെ വലുപ്പത്തിലുള്ള പേപ്പറുകൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നത് ആദ്യം ഇതുപോലെ മടക്കി ഒരു പീസ് മാറ്റി വെച്ചു. ഇത്തരം 3 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതേ സെയിം വലുപ്പത്തിൽ തന്നെ ഒന്നും കൂടെ മടക്കിയിട്ട് കട്ട് ചെയ്യുന്നു. അതിനുശേഷം മൂന്നാമത്തേത് നമ്മൾ ഒരു അല്പം ഇത്രയും വലുപ്പം വേണ്ട, ഇതിൽ ഒന്ന് കുറച്ച് വലുപ്പം കുറച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതുപോലെ ഈ ഒരറ്റത്തുനിന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്യാം. അപ്പം ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് കട്ട് ചെയ്ത് പോകാം, കൂടുതലായിട്ട് പോകത്തില്ല. അപ്പോൾ ആ ലൈനിൻ്റെ അറ്റം വരെ കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പം ലൈൻ വരച്ച് കൊടുത്ത് കാണിച്ചു തരാം. ലൈൻ വരച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ എളുപ്പത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ലൈൻ്റെ അറ്റത്ത് നോക്കൂ, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. 3 പീസും കട്ട് ചെയ്ത് ഏകദേശം റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതൊരു ഫ്ലവർ ആക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം. ഇത് കണ്ടോ? ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് നിവർത്തുക. അതിനുശേഷം തിരിച്ചിത് മടക്കിയെടുക്കണം. അപ്പം നമുക്കൊരു ഗം ഉപയോഗിച്ചൊന്ന് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങേയറ്റം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം തിരിച്ചിങ്ങോട്ടേക്ക് അതിൻ്റെ അറ്റം ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതവിടെ ഒട്ടിയിരുന്നോളും. അങ്ങനെ 3 പേപ്പറുകളും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ നമുക്കിതുപോലെ തന്നെ ആക്കിയെടുക്കണം. അങ്ങനെ മുറിച്ചെടുത്ത 3 പീസുകളും ഞാൻ ഫിക്സാക്കി പശ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറാക്കി എടുക്കാം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലൊരു പെന്നിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ പശ തേച്ച് കൊടുക്കുക, എന്നിട്ട് അത് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. ഇതുപോലെ തന്നെയാണ് ആ സെക്കൻഡ് പീസ്, അത് സെയിം വലുപ്പത്തിൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ പീസും ഇതുപോലെ തന്നെ ഇതിന് മുകളിലൂടെ ചുറ്റിയെടുത്ത് ഫ്ലവറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം മുറിച്ചെടുത്ത പേപ്പർ നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെയിം വലുപ്പത്തിലുള്ള അത് ഇതുപോലെ പശ തേച്ച് കൊടുത്ത് അത് മുഴുവനായിട്ടും ചുറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഹാഫായിട്ട് നമ്മൾ ഫ്ലവർ ഹാഫ് പശ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെന്ന ഫ്ലവർ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നോക്കി, നല്ലൊരു ഫ്ലവറായി. അപ്പം നമ്മൾ ഒരു പകുതി ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത പേപ്പർ എങ്ങനെ ചുറ്റിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ചുകൂടെ കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നു. ഒരു ഇറുക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് അതൊന്ന് പശ തേച്ച് കൊടുത്ത് ഫിക്സാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുന്നു. കണ്ടില്ലേ, 2 പേപ്പർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഇതാ ആ ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം നമ്മൾ കാണിച്ചതുപോലെ തന്നെ ചുറ്റിയെടുക്കുകയാണ്. ഇനി ആദ്യം ഉണ്ടാക്കിയ ആ ഫ്ലവറിലേക്ക് നമുക്ക് ഈ സെക്കൻഡ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് അത് സ്റ്റിക്ക് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഫ്ലവർ മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് പശ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഒട്ടിയിരുന്നോളും, പോകത്തില്ല, മുൻപോട്ട് ഇങ്ങനെ പുള്ളി ഇത് വരത്തില്ല. അപ്പം നമ്മുടെ ഫ്ലവറെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ബന്ദിപ്പൂ പോലത്തെ ഫ്ലവർ. അപ്പോൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ലീഫ് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്ത് മടക്കി ഒരു പെൻസിൽ ഉപയോഗിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നു. അപ്പം എളുപ്പമുണ്ടാകും വെട്ടിയെടുക്കാനായിട്ട്. ലീഫ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് സിസ്റ്റർ ഉപയോഗിച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു, ഇങ്ങനെ വെട്ടിയെടുക്കുന്നു. അപ്പം ഞാനിവിടെ ബന്ദിപ്പൂവിന് കണക്കാക്കി അതുപോലെ ഉണ്ടല്ലോ ഫ്ലവർ കാണാനായിട്ട്.
അപ്പോൾ അതിനനുസരിച്ചുള്ള ലീഫാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നല്ലവണ്ണം ലീഫുകളൊക്കെ വെട്ടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് ഇതുപോലെ ബന്ദിപ്പൂവിൻ്റെ ഒരു ലീഫ് പോലെ ഇങ്ങനെ വെട്ടിയെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫിക്സ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഒരു സ്മോൾ പീസ് കട്ട് ചെയ്തെടുത്ത് അതിലിങ്ങനെ ഒട്ടിച്ചു വെച്ചു. കണ്ടോ? അപ്പോൾ ഒരു നല്ല ലീഫായില്ലേ? ഇച്ചിരി ഭംഗിയായിട്ട് ഉണ്ടാക്കാവേ. അത് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ തണ്ടായി. എന്നിട്ട് നമുക്കിതിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ബന്ദിപ്പൂ ഇരിക്കുന്നവർക്ക് തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇതെങ്ങനെ എന്ത് ചെയ്താലും ഇളകി പോകത്തൊന്നുമില്ല കേട്ടോ. അത് നന്നായിട്ട് അവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. അപ്പം നോക്കൂ, നമുക്ക് ഏത് രീതിയിൽ വേണം അറേഞ്ച് ചെയ്ത് വയ്ക്കാം നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച്. അപ്പം ഞാനൊരു 2 ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഈ ഒരു മോഡലിൽ ബന്ദിപ്പൂവിൻ്റെ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 3 ഫ്ലവർ കൂടെ ഉണ്ടാക്കി. ഒരേ വലുപ്പം അല്ലെങ്കിൽ 2 ഫ്ലവറൊക്കെ ഇച്ചിരി ചെറുതായിട്ടുണ്ടാക്കാം. ഒരേ വലുപ്പത്തിൽ 2 ഫ്ലവറോ അല്ലെങ്കിൽ 3 ഫ്ലവറോ. അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വേറൊരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഫ്ലവേഴ്സാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 5 എണ്ണം. നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പം ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരേ വലുപ്പത്തിലല്ലാതെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതും കൂടെ വേറൊരു രീതിയിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് കാണിച്ചു തരാവേ. അതിനായിട്ട് ഇതുപോലൊരു ഉണക്ക കമ്പ് നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. ഇങ്ങനത്തെ ഒരു ശിഖരമുള്ള എടുത്തിട്ട് ഇതിൽ ഫ്ലോറൽ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കാം. ഫ്ലോറൽ ടേപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അധികം റേറ്റൊന്നുമില്ല. അപ്പോൾ അത് ഇതുപോലെ ചുറ്റിയെടുത്ത് നല്ല ഒറിജിനാലിറ്റി നല്ലതായിട്ട് ഫീൽ ചെയ്യും. പച്ചത്തണ്ട് പോലെ തന്നെ നല്ല റിയലായിട്ടുള്ള പച്ചത്തണ്ട് കണ്ടില്ലേ? ഇതുപോലെ ചുറ്റിയെടുക്കുമ്പോൾ അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ. നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഇതിൽ ഞാൻ ലീഫ് വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ലീഫ് കിട്ടും. അതുകൂടെ വാങ്ങിച്ച് വെച്ച് ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ വെക്കാനായിട്ടുള്ള തണ്ട് റെഡിയാക്കി കഴിഞ്ഞു. അത് ഫ്ലോറൽ ടൈപ്പ് വെച്ച് നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. നോക്കൂ, നല്ല രസമില്ലേ? ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? ഇനി നമുക്കിതിൽ പൂ ഒന്ന് ഫിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ ഇതിൽ ഫിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലൂ നമ്മൾ ഹെയർബോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പേൾസ് ഫിക്സ് ചെയ്യാനും അതിനുപയോഗിക്കുന്ന ആ സെയിം ഗ്ലൂ ആണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് അവിടെ സ്റ്റിക്കായിട്ടിരുന്നോളും. ഇളകി പോകത്തേയില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നല്ല ഭംഗിയിലുണ്ടാക്കി ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ അപ്പം നമുക്ക് വീട്ടിലൊക്കെ അലങ്കരിക്കാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് സമയമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക് യു.